ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് വീണ്ടും കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് പ്രേക്ഷകർക്കൊപ്പം. ഞാനിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിലെ APJ അബ്ദുൽ കലാം മാർഗിലാണുള്ളത്. രാവിലെ ഇങ്ങനെ സജീവമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇന്ന് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക അതിന്റെ ഇനി നമ്മൾ 18 ദിവസം കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ രാഷ്ട്രീയ ചൂടിലേക്ക് കാര്യങ്ങൾ അത് തീവ്രമായി എത്തുന്നു. ചൂടിങ്ങനെ കൂടിക്കൂടി വരുന്നതിനപ്പുറത്തേക്കുള്ള ചൂടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഈ എല്ലാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് മോർണിംഗ് ബേസ് മുന്നോട്ട് പോകും. MG രേണുക കൊല്ലത്ത് നിന്ന് എനിക്ക് പ്രേമചന്ദ്രനുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ വിവിധ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം. നമുക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് രാവിലെ ഈ മോർണിംഗ് വൈബ്സിനെ സജീവമാക്കാമെന്ന് കരുതുന്നു. എന്താണെങ്കിലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. മോർണിംഗ് വൈബ്സ് കൊച്ചിയിൽ ഞാൻ സൂചിപ്പിച്ചതല്ലേ, കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ ഒരുപാട് ഈ ടൂറിസ്റ്റുകൾക്കായുള്ള യാനങ്ങളാണ് ഇവിടെ നിരത്തിയുള്ളത്. നമുക്ക് കാണാൻ നിരവധി പേര് ഇവിടെ രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. അവരിവിടെ വിനോദസഞ്ചാരികളായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ രാവിലെ നടത്തത്തിനിറങ്ങിയ ആളുകളുണ്ട്. ഒരുപാട് പേര് ഇവിടെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രാവിലെ ഒരു രണ്ടുപേരോട് എങ്ങനെയാണ് രാവിലെ മറൈൻ ഡ്രൈവിലേക്ക് ഇരിക്കുക? ഇരിക്കേ ചോദിക്കട്ടെ. ഇന്റർവ്യൂ എവിടെന്നാ വരുന്നത്? തൃശ്ശൂര്. എന്തിന്റെ ഇന്റർവ്യൂ? വർക്കിന്റെ അക്കൗണ്ട്സിംഗ് ആയിട്ട്. എന്താ ചെയ്യുന്നത് ശരിക്കും? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇതന്നെ ചെയ്തായിരുന്നു. ഇവിടെ നോക്കാം ഇന്റർവ്യൂ രാവിലെ പോന്ന്. രാവിലെ പോകും. ഇങ്ങനെയുണ്ട് കൊച്ചി ചൂടൊക്കെ. തൃശ്ശൂരല്ലേ? തൃശ്ശൂര് വൻ തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ലേ നടക്കുന്നത് അവിടെ? എങ്ങനെയുണ്ട് അവിടുത്തെ വൈബ്? വൈബൊക്കെ തന്നെ. നമ്മള് വലിയ ഇതില്ല ഈ രാഷ്ട്രീയത്തിലേക്ക്. ആണോ? ചൂടൊക്കെ അല്ല ഇതിലുണ്ട്. ഇവിടെ ചൂടിനൊന്നും ഒരു കുറവില്ല, നല്ല ചൂടന്നെ. വീട്ടിലൊന്നും കിടക്കാൻ പോലും പറ്റുന്നില്ല ചൂടായിട്ട്. അതുകൊണ്ടാണ് രാവിലെ എനിക്ക് മറൈൻ ഡ്രൈവിൽ വന്നിരിക്കാൻ. അതിനാവന്റെ തുണക്കിയൊന്നാ. ആണാ? എന്താ ഞാൻ പഠിക്കാം. എവിടെ? ഡിഗ്രി നാട്ടിൽ തന്നെ. കേരളമല്ല, MD കോളേജ്. MG കോളേജില്. ഏത് കോഴ്സ്? BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ്. അപ്പൊ വിഷു ഒക്കെ എത്താറായല്ലോ. വിഷുവിന്റെ ആഘോഷത്തിലൊക്കെ എത്തിയോ? വിഷുവിന്റെ ആഘോഷത്തിലെത്തിയിട്ടില്ല. ഇല്ല. എത്തിയിട്ടില്ല. ഇവിടെ പെരുന്നാളാ പറയില്ലേ? നോമ്പ് നോക്കുന്നുണ്ട്. നോമ്പിലാണോ? നോമ്പുണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെ ഈ രാവിലെ ഈ ഇവിടുത്തെ ഈ കാഴ്ച കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നു? കാഴ്ച സമാധാനമുണ്ട്. ഇന്റർവ്യൂ മുമ്പുള്ളൊരു സമാധാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പുള്ളി രാവിലെ ഇന്റർവ്യൂ വേണ്ടി വന്നതാണ്. ചേട്ടാ ഗുഡ് മോർണിംഗ്. എന്നിട്ട് ശേഷം വീടെവിടെ? എങ്ങനെയുണ്ട്? ചൂടൊക്കെ നല്ല ചൂടാണോ? ചൂടാതെ. ഓക്കെ, ഇറക്കട്ടെ. അപ്പൊ എന്തായാലും രാവിലെ ഈ മറൈൻ ഡ്രൈവിലെ ഈ നടപ്പാതയിൽ ഒരുപാട് പേര് രാവിലെ ഈ മോർണിംഗ് വാക്ക് എക്സസൈസിനൊക്കെ എത്തുന്ന ആളുകളുണ്ട്. ഇന്ന് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് അത്രമാത്രം തിരക്ക് കാണുന്നില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ എല്ലാവരും ഈ തിരക്കിലേക്ക് പോകുന്ന ഒരു ദിവസമാണല്ലോ. പ്രവൃത്തി ദിനം ആകുന്നു, അതിന്റെ ഒരു ഇതുണ്ടല്ലോ. ചേട്ടാ എല്ലാവരും സംസാരിച്ചോട്ടെ. ചേട്ടന്മാര് തിരക്കിലാണെന്ന് തോന്നുന്നു. വാ, അതെ രാവിലെ രണ്ട് ചേട്ടന്മാര് ചൂണ്ടൊക്കെ ഇട്ടാൻ നിൽക്കുന്ന. ഇവിടെ രാവിലെ മീൻ കിട്ടാറില്ല ഇവിടെ? ആണോ? എല്ലാ ദിവസം വരുമോ? എല്ലാ ദിവസവും വരും. ഒരു മണിക്കൂർ ഇരിക്കും. ചിലപ്പോ 2-3 കിട്ടും, ചിലപ്പോ ഒന്നും കിട്ടില്ല. ഇവിടുന്ന് എന്ത് മീനാ? കരിമീൻ കിട്ടുമോ? കരിമീനെ കിട്ടും, വേറെ ഒന്നും കിട്ടില്ല. ആണോ? ഇവിടെ നമുക്ക് ഈ അഴുക്കല്ലേ, ഈ അഴുക്കുള്ള ഈ വെള്ളം കാണുമ്പോ നോക്കണ്ട. കരിമീൻ ഇങ്ങോട്ട് വരുമ്പോ നല്ല ഫ്രഷ് ആയിരിക്കും. നല്ല വെള്ളം. അപ്പൊ വെള്ളം ഇറക്കാണ്, വെള്ളം കേറും. വെള്ളം കേറുമ്പോ ഇതുവരെ പകുതി വരെ വെള്ളം വരും. ഈ അഴുക്കുവെള്ളം നോക്കണ്ട, കരിമീൻ കിട്ടും. വല്ല കരിമീൻ. ഈ പിന്നെ കിട്ടുന്ന മീൻ എന്താ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഉച്ചക്ക് വർക്ക് കഴിക്കുക. അടിപൊളി. ഉച്ചക്ക് കൊണ്ടുകൂടെ കഴിക്കുക. ഇതൊരു ശ്രദ്ധയും കൂടി നമ്മുടെ നേരം പോക്കുമാണ്. നമുക്ക് ശ്രദ്ധ കിട്ടും. ഈ യോഗയെക്കാട്ടിയും ബെറ്ററാണ് ചൂണ്ടയിട്ടില്ലേ. ഒരു കരിമീനെ വേണ്ടി മാത്രം ഇരിക്കണല്ല, നമുക്ക് ഇതിൽ ക്ഷമ, ശ്രദ്ധ ഇതിൽ കിട്ടും. ഈ രണ്ട് കാര്യം നടക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഓക്കെ. ഞാൻ ബിസിനസ് എല്ലാ ദിവസവും ഇവിടെ അങ്ങോട്ട് മാറി മാറിയിരിക്കും. ഇവിടെ ഒരു 50 പേരും ഡെയിലി കാലത്ത് വരുന്നുണ്ട് മീൻ പിടിക്കാനോ, ചൂണ്ടിടാൻ. അങ്ങോട്ട് കാണുമ്പോ അവിടെ ഉണ്ടാവും, ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഉണ്ടാവും. അതിന്റെ ബാക്കിലിരിക്കണം, ആ പോലീസിന്റെ ബാക്കിലിരിക്കണം. ഒരു 50 പേരെ ചുരുക്കുന്നുണ്ടാവും. ഇതാണ് മെയിൻ ആശാൻ. ചൂണ്ടയുടെ ഷോപ്പുണ്ട്. ആണോ? ആശാനെ പരിചയപ്പെടണല്ലോ. രണ്ട് ചൂണ്ടൊക്കെ ആയിട്ടാണ് ആശാൻ വന്നിരിക്കുന്നത്. പേരെന്താ? എന്റെ പേര് ജോയ് വർഗീസ്. ജോയ് വർഗീസ്. അപ്പൊ എങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വരുമോ? ഹോളിഡേസ്. ചൂണ്ടയുടെ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഹൈടെക് ചൂണ്ടൊക്കെയാണല്ലോ. ഹാരിസ് നൈലോൺസ്.
ഓക്കെ, മാർക്കറ്റ് റോഡ് എറണാകുളം. ആണല്ലേ. ഈ ചൂണ്ടയ്ക്ക് എത്ര രൂപ വില വരും? ഇത് നിയർ അബൌട്ട് 2000 rupees ഇൻക്ലൂഡിംഗ് സ്റ്റിക്ക് ആൻഡ് റീൽ. 2000 രൂപയുടെ ചൂണ്ടയാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ വീട്ടിലേക്ക് ഒരു മീൻ പൊരിക്കാനുള്ള മീനും ആവും, നമുക്കൊരു സന്തോഷമാവും അല്ലേ? ടൈം പാസ്, മൈൻഡ് റിലാക്ഷൻ. എത്ര സമയം ഇരിക്കും? ഒരു 2 hours. 2 മണിക്കൂർ. 2 മണിക്കൂർ ഇരുന്നാൽ ഒരു 1/2 കിലോ മീൻ കിട്ടുമോ? അങ്ങനെ കിലോ കണക്കല്ല, ചിലപ്പോ ഒരു മീൻ തന്നെ 1/2 കിലോയിൽ മേലെ ഉണ്ടാവും. അത് നമുക്ക് ഇത് കിട്ടാണ്ട് പോവില്ല. അങ്ങനെയൊന്നുമില്ല, കിട്ടിയില്ലെങ്കിലും പോവും. കുറച്ചേരം ഇരിക്കുക, മനസ്സിന് റിലാക്സേഷൻ കൊണ്ടുവരാൻ പോവാ. അതെ അല്ലേ? എങ്ങനെയുണ്ട് ചൂടൊക്കെ? ചൂട് 1-1.5 ചൂടാ. ഈ വേനൽ മഴയൊക്കെ പറ്റുന്നൊക്കെ പറയുന്നു. വേനൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്, പെയ്തു കഴിഞ്ഞാൽ അതില് 4 ഇരട്ടി ചൂട് കൂടും. മഴ പെയ്യാണെങ്കിൽ നേരെ ചൊവ്വ പെയ്യണം. അതൊക്കെ ഈ പ്രകൃതിയുടെ ഈ ഘടനയൊക്കെ ഒരുപാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മഴ വരണതും പോണതും ഒക്കെ ഇനിയിപ്പോ പ്രകൃതി ഏത് തരത്തിലാ ചിന്തിക്കാന്നറിയില്ല. ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പൊ അവരവരുടെ കാര്യങ്ങൾ അങ്ങ് നടന്നു പോണം. അപ്പൊ അതനുസരിച്ച് അവര് പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അതൊക്കെ അവർ ചെയ്തേക്കും. അതെ അതെ അതെ. പോട്ടെ, തെരഞ്ഞെടുപ്പ് ചൂടെങ്ങനെ ഇവിടെ? തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ അത്ര ചൂടായിട്ടില്ല, ഒരു തണുത്ത മട്ടിലാ നിക്കണേ. എന്താ പറ്റിയ പോലും? എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കൊക്കെ ഏകദേശമൊക്കെ ഒരു മടുപ്പായിന്ന് എനിക്ക് തോന്നുന്നു. എന്താ ചേട്ടൻ വോട്ട് ചെയ്യാറില്ലേ? പിന്നില്ലേ, വോട്ട് ചെയ്യും. എല്ലാ കൊല്ലവും വോട്ടവകാശം കിട്ടിയത് മുതല് ഈ ഇന്ന് വരെയും വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരാൾ മാത്രം ചിന്തിച്ച ഈ രാജ്യം നന്നാവോ? എല്ലാരും ചിന്തിക്കണം. പലരും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യം മാത്രം നടക്കണം, ബാക്കിയുള്ളവര് എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. അതൊക്കെയാണ് ഇതില് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും ഒരേപോലെ ചിന്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നാട് നന്നാവും. ഇനിയിപ്പോ അധികാരത്തിൽ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് നന്നാവാനുള്ള ശ്രമമാണ്. പിന്നെ ആദ്യം ജയിക്കാനുള്ള ശ്രമം, പിന്നെ അവര് നന്നാവാനുള്ള ശ്രമം. എന്നല്ലാതെ ഇതുവരെയും ഇപ്പൊ 64 വയസ്സായി, ഈ നാളിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. തേനെ പാലയെന്നൊക്കെ പറയും, അത്രേ ഉള്ളൂ. കിട്ടിയിട്ടുണ്ടോ? മീനെല്ലാം കിട്ടിയിട്ടുണ്ടോ? നമുക്കൊന്ന് കാണാൻ. ഒന്നും കിട്ടിയിട്ടില്ല, ട്രൈ ചെയ്തോണ്ടിരിക്കുന്നല്ലേ? ഓക്കെ, ചേട്ടന്റെ ഒരു രാഷ്ട്രീയം സംസാരമൊക്കെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്? രാഷ്ട്രീയം നമ്മള് അത് പറയാതിരിക്കാൻ നല്ലത്. എല്ലാരും കണക്കാണ്, ആർക്ക് വോട്ട് ചെയ്താലും കണക്കാണ്. അങ്ങനെ വോട്ട് ചെയ്യും, വോട്ട് ചെയ്യാതിരിക്കില്ല, വോട്ട് ചെയ്യും. പക്ഷെ അത് നമുക്ക് എല്ലാം വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന് വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ വോട്ട് ചെയ്യണു, നമ്മൾ പണിയെടുക്കണു, നമ്മൾ ജീവിക്കണു, അത്രേ ഉള്ളൂ. അതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ നല്ലത്, അത് നമ്മളെന്നെ നോക്കണമെന്ന് മാത്രം. അല്ലാതെ വേറെ കാര്യം രാഷ്ട്രീയം പഴയ ചൂട് കാണാനില്ല, പഴയ ചൂടില്ല, കാണാനില്ല. ആണോ? എന്താ കൊച്ചിന് മാത്രമായിരിക്കും, ബാക്കിയെല്ലായിടത്തും നല്ല ചൂടുണ്ട്. എറണാകുളത്ത് അത്ര ഒരു ചൂട് കാണാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ ചൂടുണ്ടാവും, ആ ചൂടില്ല ഇവിടെ. എന്താണെന്നറിയില്ല, ഒരു മന്ദഗതിയിലാ പോകുന്ന കാര്യങ്ങൾ. ആണല്ലേ? ആവുമ്പോഴേക്കും കുറച്ചുകൂടി ചൂടാവും. അപ്പൊ ഈ വെയിലിന്റെ ഉണ്ടല്ലോ, അതായിരിക്കും വേണമെങ്കിൽ. വെയിലാണ്, നോമ്പ് അതുകൊണ്ടല്ലോ. ഇത് കഴിയുമ്പോ, നോമ്പ് പെരുന്നാൾക്ക് കഴിയുമ്പോ ചിലപ്പോ ചൂടായിരിക്കും. മഞ്ഞപ്പൊടി, മൈദ, മഞ്ഞൾ ഇരിക്കുന്നതാണോ? ഇതിന്റെ അകത്ത് പലരും പല രീതിയിലാണ് ചെയ്യണത്. പലരും പറയില്ല, പറയാൻ അങ്ങനെ രഹസ്യമുള്ള കുറെ ആൾക്കാരുണ്ട്. ഇതിനും സീക്രട്ട് ഒക്കെ ആ സീക്രട്ട് ഉണ്ട്. നമ്മളിതിൽ പലതും നോക്കി. ഇപ്പൊ നമ്മള് മൈദയിലെ ഉറച്ചു നിൽക്കുകയാണ്, നമ്മള് എല്ലാം ചേർത്ത് നോക്കി. ചിലവര് ബിരിയാണിന്റെ എസൻസ് ചേർത്ത മീൻ കിട്ടുമെന്ന് പറഞ്ഞു, അത് നോക്കി, രക്ഷയൊന്നുമില്ല. പിന്നെ സ്മോള് റമ്മ് ഒരു തള്ളി ഒഴിക്കാൻ പറഞ്ഞു, അത് നോക്കി. മീനെ റമ്മ് വല്ല കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ. അപ്പൊ മീൻ അത് കുടിക്കണില്ല, കഴിക്കുന്നില്ല. അപ്പൊ വീണ്ടും റമ്മ് മാറ്റി വേറെ എന്തെങ്കിലും രണ്ടായിട്ട് നോക്കാൻ പറ്റുള്ളൂ. റമ്മ് നോക്കി, അത് നടന്നില്ല. അപ്പൊ കൊത്തുന്നില്ല. അപ്പൊ നമ്മള് അത് ഒഴിവാക്കി, റമ്മ ഒഴിവാക്കി. അപ്പൊ ഈ സാധാരണ മൈദ, മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നു. മഞ്ഞപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, കൊത്തുന്നത്. മഞ്ഞ കളർ ഉണ്ടാവണം. മൈദയും മഞ്ഞപ്പൊടിയാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാരെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയ കൂട്ടി ചിലപ്പോ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. കണ്ടില്ലേ, ഇപ്പൊ തിന്നച്ച് പോയി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്ഷമയാണ് മെയിൻ. നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് കുറച്ച്
നമുക്ക് തിരക്കല്ലേ. അപ്പൊ നമുക്ക് ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ മീൻ കൊത്തിക്കൊണ്ട് പോകും. അപ്പൊ നമുക്ക് ക്ഷമ കിട്ടും. ക്ഷമയാണ് പ്രധാന ക്ഷമ അല്ലേ? പിന്നെ അതാണ് ക്ഷമയുണ്ട്, ശ്രദ്ധയുണ്ട്. അപ്പൊ അതാണ് ഈ കാര്യം. ഇന്നങ്ങ് അങ്ങോട്ട് പോകുമ്പോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ പോവാം. എന്തായാലും ഞങ്ങൾക്ക് ഈ എല്ലാരും കാണണം, എല്ലാവരും കാണാൻ. മോർണിംഗ് വൈബ്സ് കഴിയുമ്പോ നമുക്കൊരു മീൻ കിട്ടൂല്ലോ നോക്കട്ടെ നമ്മള്. അത് പണിയാവും. പക്ഷേ അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇരുന്ന് ചിലപ്പോ ഞാൻ 1 മണിക്കൂർ ഇരിക്കുള്ളൂ, 1 മണിക്കൂർ ഞാൻ പോകും. അപ്പൊ അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോ കിട്ടില്ല. അപ്പൊ ഇതിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി. ഇപ്പൊ വെള്ളം കുറവാണ്, വെള്ളം കുറവായ കാരണം കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയുണ്ടല്ലേ? ഇവരുടെ ഈ ബോട്ടുകാരുടെ ആ ബ്രിഡ്ജിലേക്ക് ഇറങ്ങിയത് അങ്ങോട്ട് നീക്കാൻ അവരുടെ ആയിട്ടുള്ള സ്ഥലങ്ങളത്. അത് ചൂണ്ടിടാൻ സമ്മതിക്കില്ല, അവരാരും സമ്മതിക്കില്ല. അത് നമ്മൾ ചെയ്യുന്ന അവരുടെ ഇതിലല്ല. അപ്പൊ അവരെ കയറാൻ സമ്മതിക്കാറില്ല. നിങ്ങള് നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഒരു മീൻ പിടിച്ചിരിക്കും. അതാണ് സ്പോർട്സ്മാൻ. പിന്നെ മതി, അത് മതി. അതേ ആണ്. അപ്പൊ പോയി വരുമ്പോഴേക്കും അപ്പൊ എന്തായാലും ഇവിടെ രണ്ടുപേര് മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് ഇവരുടെ ഇത് മീൻ പിടുത്തം എന്താ നോക്കാം. അതിനും നമുക്കൊരു സ്റ്റോറി കണ്ടിട്ട് ഈ വിഷുക്കാലല്ലേ, അപ്പൊ ഈ കണിക്കൊന്നകളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുക. അതെ ഇവിടെയുണ്ട്. ഇതിന്റെ മുന്നിൽ തന്നെ അതേ ഒരു കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. അപ്പോ ഈ വിഷുവിന്റെ ഈ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ എന്താണല്ലോ ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന മരങ്ങള്. അപ്പൊ അങ്ങനത്തെ ഒരു കണിക്കൊന്നയുടെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഈ മനസ്സിനും ഒക്കെ എന്താ ചേട്ടൻ എന്തൊക്കെയോ ചോദിക്കും. എന്താ വിഷുവിന് വേണ്ടിയിട്ടില്ല എടുക്കണേ? വിഷു നമ്മളിപ്പോ ലൈവ് മോർണിംഗ് പാലക്കാടാണ് സ്ഥലം. ഞാനിവിടെ ഒരു ആവശ്യത്തിൽ വന്നു. ആ ആവശ്യം കഴിഞ്ഞിട്ട് പോകും. ഒരു 10 മണി 11 മണിയാകുമ്പോൾ പോവുള്ളൂ. ഓക്കെ. അപ്പൊ വിഷു ഈ മാസം 14-ാം തീയതി. അതെ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുക്കണത്. ഇപ്പത്തേക്ക് വേണ്ടിട്ടാ. ഇപ്പൊ ഞാനൊരു അർജൻസിൽ പെട്ട കുറവന്റെ പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ തെങ്ങേറ്റക്കാരനാണ്, കണക്കൻ. അപ്പൊ നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. എന്താ ആവശ്യത്തിന്? അല്ല, ഒരു ബാങ്കിന്റെ ഒരു കാര്യത്തിന് വേണ്ടി. ശരി, നടന്നു വന്നിട്ട്? ഇല്ലല്ല, അത് 11 മണി 10:30 മണിയൊക്കെ ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവും. പക്ഷെ ഇത് മെഷീൻ ഇത് ഞങ്ങളെ കാണിക്കോ? പിന്നെ ഇപ്പൊ കാണും. ഇപ്പൊ കാണാൻ പറ്റില്ല. ഇപ്പൊ കാണാം, ടി വി വെച്ചാൽ കാണാം. ഞങ്ങൾക്ക് ഇപ്പൊ ഇല്ല, വൈകുന്നേരം ഇടുവോ? വൈകുന്നേരം ഇടാൻ പറ്റില്ല. അതുകൊട്ടെ, എന്ത് പാലക്കാട് ചൂടെങ്ങനെയുണ്ട്? പാലക്കാട് 45 അടി ചൂട്. മലമ്പുഴയിൽ വെള്ളമില്ല. അവിടുത്തെ ആദിവാസി മക്കൾക്ക് ഇപ്പൊ ഈ കുടിവെള്ളം കിട്ടാനില്ല. ഈ പുഴ ഇങ്ങനെ മാന്തിയിട്ട് ഒരു വെള്ളം വലിച്ചെടുത്തിട്ടും പോലും കിട്ടില്ല അവിടെ. അതിലും ബുദ്ധിമുട്ടാ. ഇനിയിപ്പം വെള്ളത്തിന് വിടുന്ന വെള്ളം കുറച്ചൊക്കെ ഒഴിവാക്കാൻ ഉണ്ട്. ആ കണ്ടീഷനായി. ഡാമില് വെള്ളമില്ല പാലക്കാട്. ഇപ്പൊ 45 അടി ചൂടാണ്. അതെ, ഭയങ്കര ചൂടാണ്. കൊച്ചിന് ചൂട് കുറവാണോ? ചൂടാണ്. ഇവിടെ കുറവാണോ? ഇവിടെ ചൂട് കുറവാ. ഇവിടെ 36 ഉള്ളൂ. പാലക്കാട് പാലക്കാട് 45 അടിയുണ്ട് കറക്റ്റ്. മലമ്പുഴയിൽ വെള്ളമില്ല, കുടിവെള്ളേ ഇല്ല ഇപ്പൊ. സാറേ, പിന്നെ ഒരു കാര്യം പറയാം. ഈ രാഷ്ട്രീയക്കാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ ടിവിയിലൊക്കെ വലിയ നേതാക്കന്മാരുടെ പരിപാടിയൊക്കെ കാണിക്കണ്ടല്ലോ. ഇല്ലല്ലോ, ഈ മന്ത്രിമാരൊക്കെ വലിയ ഡയലോഗ് പറഞ്ഞില്ലേ? കെ രാധാകൃഷ്ണൻ അവന്റെ പട്ടികജാതി മന്ത്രി രാജിവെച്ചിട്ടാണ് MLA ആയിട്ടിരിക്കണേ. ഇപ്പൊ പട്ടികജാതി മന്ത്രി ഇല്ല അവിടെ തിരുവനന്തപുരത്ത്. അതിമോഹം ഇല്ല അയാൾക്ക്. ഒരു ലോണ് തന്നെന്നും പറഞ്ഞിട്ട് പുൽപ്പരിയാരം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു ലോൺ തല്ല. ലൈഫ് മിഷന്റെ കത്ത് വന്നു. റോഡ് പണിയാളും കാണിക്കണം. പാലക്കാട് പുൽപ്പരിയാരം വെണ്ണക്കര പഞ്ചായത്തിൽ LDF ആണ് ഭരിക്കണം. സീറ്റ് ലൈറ്റ് പോയിട്ട് ഒരു കൊല്ലായിട്ട് ആരോടെ പറയണം? യാത് ഭരണത്തിന്റെ പറയണ നമ്മള് പറയണെന്ന് വോട്ട് ചോദിച്ചു വരുമ്പോ പറയണം. അല്ല, തിരുവനന്തപുരത്ത് വൈദ്യുതി മന്ത്രി ഓഫീസ് പറഞ്ഞവർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാർഡ് മെമ്പർ BJP. വോട്ട് ചോദിച്ചു വരില്ലേ? അപ്പൊ സംസാരിക്കണ്ടേ? കാര്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഞങ്ങൾ നിശ്ചയിച്ചില്ല. വോട്ട് ചോദിച്ചു വരുമ്പോൾ അവരോട് പറയണം നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ എന്താണ് കാണിക്കണ സാറേ? ഒരു അരിജനത്തിന് ഒരു വിലയില്ലാത്ത രീതിയാണ്. ഭയങ്കര കഷ്ടമാണല്ലേ? ഞങ്ങൾ ഈ പട്ടിക്കും പൂച്ചയുടെ വകുപ്പാണ്. ഞാൻ കാണിച്ചു തരാം. എന്താണ് ഞാൻ ഏത് വകുപ്പിൽ പെട്ട ആളുണ്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പ്രശ്നമില്ല. തമ്മന്തി ഗീതാന്ത മാഷുണ്ട്, ചോദിക്കുക. അതൊക്കെയോ? അപ്പൊ പേരെന്താ? പേര് പറഞ്ഞിട്ട് പേര് പറയണ്ടല്ലോ. ശരി ശരി, പേര് പറയണ്ട. ഇത് ലൈവാട്ടോ. ഞാൻ ചേട്ടൻ രാവിലെ നടക്കാറിങ്ങിയെന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും നടക്കാൻ തന്നെയാണോ? അല്ല. പേര്
ദീപൻ അല്ലേ? ഓക്കെ ഓക്കേട്ടാ, കാണാം. അപ്പൊ എന്തായാലും കുറ്റപ്പെടുത്തിയല്ലോ, ഒരിക്കലല്ല. പാലക്കാട് നിന്നുള്ള ചേട്ടനാണ് രോഷപ്രകടനമായിരുന്നു അവിടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്. എന്നാലും നമുക്ക് ഇവരിലേക്കൊക്കെ എത്താം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കണിക്കൊന്ന ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ പൂത്ത് വെക്കുന്നുണ്ട്. അപ്പോ ഈ കോഴിക്കോട് അവിടെ നിന്നുള്ള ഒരു കണിക്കൊന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. അത് വേറെ എവിടെയല്ല, മുക്കത്താണ്. മുക്കത്ത് ഈ അഗസ്ത്യമൊഴി അങ്ങാടിയിലെ താഴേക്കാട് AUP സ്കൂൾ മുറ്റത്താണ് ഈ കൊന്നമരം പൂട്ട് ഇങ്ങനെ മനോഹര കാഴ്ച ഒരുക്കുന്നത്. നമുക്ക് ആ കാഴ്ചയാണ് ശേഷം മടങ്ങിയെത്താം വീണ്ടും മറൈൻ ഡ്രൈവിലേക്ക് APJ അബ്ദുൽ കലാം മാർഗിൽ. അഗസ്ത്യമൊഴി അങ്ങാടിയിലെ താഴേക്കാട് AUP സ്കൂൾ മുറ്റത്ത് ഇപ്പോൾ കണിക്കൊന്നകൾ വസന്തം തീർക്കുകയാണ്. ഒരു ഇല പോലും ഇല്ലാതെ കണിക്കൊന്ന പൂത്തു നിൽക്കുകയാണ്. ഇക്കുറി കൊന്നമരങ്ങൾ നേരത്തെ പൂവിട്ടു. കടുത്ത വേനൽ ആയതുകൊണ്ട് വിഷുവിന് കണിയൊരുക്കാൻ കൊന്നപ്പൂ ഉണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അഗസ്ത്യമൊഴി അങ്ങാടിയിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെ ഈ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത്. കാണാൻ ഒരുപാട് ആളുകൾ ഈ കണിക്കൊന്ന ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കണിക്കൊന്ന മനോഹരമാക്കുന്നതിന് വേണ്ടി അഗസ്ത്യമൊഴി സ്കൂളിലെ ആളുകൾ തന്നെ അതിന് ലൈറ്റിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഒന്നും കൂടി സുന്ദരമായി ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ഈ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത്. ഇതിലൊരു ആശങ്ക എന്ന് വെച്ചാൽ ഈ കൊടും വേനലിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാണ്. നമ്മളെ വിഷു ആകുമ്പോഴത്തേന് ഈ പൂവൊക്കെ നിലനിൽക്കോ എന്നറിയില്ല. കൊന്നയുടെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് പേർ എത്തുന്നുണ്ട്. കണിക്കൊന്നയുടെ ഭംഗി രാത്രിയും കാണാൻ സ്കൂൾ അധികൃതർ കൊന്നമരത്തിൽ പ്രത്യേക ലൈറ്റും സ്ഥാപിച്ചു. ന്യൂസ് 18 മുക്കം. ഓക്കെ, അപ്പൊ എന്തായാലും മോർണിംഗ് വൈബ്സ് നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് സമ്മാനിച്ചത്. ഞാൻ ഈ മറൈൻ ഡ്രൈവിലുള്ളത്. മറൈൻ ഡ്രൈവിൽ ഇവിടെ ഈ ബോട്ടിങ്ങിനൊക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്ന് രാവിലെ അത്രമാത്രം ആളുകളൊന്നും കാണുന്നില്ല. സാധാരണ ഇതിൽ കൂടുതൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ അവധിക്കാലമാണല്ലോ, വേനൽ അവധിക്കാലമാണ്. അപ്പോൾ രാവിലെ തന്നെ സഞ്ചാരികൾ എത്തേണ്ട സമയമാണ്. പക്ഷേ ഇന്ന് കാര്യമായിട്ടുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതേ ഇപ്പോഴാണ് നമ്മുടെ ഇന്നലത്തെ മോർണിംഗ് വൈബ്സ് കണ്ടവർക്ക് ഒരു പക്ഷേ ഈ മുഖം ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഗായകനാട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ക്യൂൻസ്വയിലായിരുന്നല്ലോ, ഇന്നിങ്ങനെ മറൈൻ ഡ്രൈവിൽ എത്തിയേ ആണ്. എത്ര നിങ്ങള് മറ്റേ റിതം ക്ലബിൽ ആരെങ്കിലും ഉണ്ടോ? അവരൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പൊടി കൂടുതൽ കാരണം ഇങ്ങോട്ട് പോകുന്നില്ല. എല്ലാരും ഇവിടെയാണ് ഇന്ന്? ഇല്ല, കുറച്ച് ആളുകൾ വരും, കുറച്ച് അവിടെ തന്നെ നടക്കും. അവിടെ തന്നെയുണ്ട്. അവരുണ്ട്, കുറച്ച് പേരുണ്ട് അവിടെ. പവിത്രൻ ചേട്ടൻ അല്ലേ? പവിത്രൻ, എനിക്ക് ഓർമ്മയുണ്ട് പേര്. പവിത്രൻ. പവിത്രൻ എന്തായാലും നല്ലൊരു പാട്ട് നമുക്ക് പാടിത്തായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? പാടിക്കാൻ ഞാൻ. അത് പേര് ജഗദീശൻ. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. കേരളത്തിൽ ജോലി വല്ലതും കിട്ടുമോ? അയ്യോ, വലിയ പ്രശ്നമാണോ? ഇപ്പോഴാണോ ജോലി ചെയ്യുന്നത്? അല്ല, ഇവിടെ ജോലി കിട്ടുമോന്ന് ചോദിച്ചത്. അന്യദേശ അതിഥി തൊഴിലാളികളില്ലേ, അവരെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. മനുഷ്യത്വം ഉണ്ടല്ലോ ചില കാര്യത്തിന്. ഇതര സംസ്ഥാനത്തോടെ എല്ലാവരും ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടേ. അല്ല, നല്ലത് തന്നെ. ഞങ്ങളുമൊക്കെ ചെറുപ്പത്തിൽ അവിടെ പോയി ജോലി ചെയ്തിട്ടുള്ളതാണ്. വിദേശത്തായിരുന്നോ? ബോംബെയിലൊക്കെ ആയിരുന്നു. ഇപ്പോ ഒരു സ്വസ്ഥമായിട്ട് തിരികെ വന്ന് ഇവിടെ താമസിക്കുന്നു. അതെ അല്ലേ? എന്തായിരുന്നു പ്രൊഫഷൻ? എന്തായിരുന്നു? ബിസിനസ് ആയിരുന്നു. ചേട്ടനും എല്ലാരും ഈ പറയുന്ന പോലെ ഡിപ്പാർട്ട്മെന്റ്, അതെ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇത്ര ചേട്ടൻ. അപ്പൊ ചേട്ടാ, ഇന്നലത്തെ ഒരു പാട്ടിന് കണ്ടിന്യൂഷൻ ഇന്ന് കിട്ടാലോ? നന്നായി പാടും. നാലുപേര്. ഓ,
വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൻ മീനോ ഇളമാനോ വാലിട്ടെഴുതി നീലക്കടക്കണ്ണിൻ മീനോ പോലെ ഞാനിട്ടുരുവിയോ കൂടുകൂട്ടും പുഴകമോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഇന്നലത്തെ മോർണിംഗ് പെപ്സ് കാണാത്ത പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താണ്. ഈ ഇവിടെ അടുത്ത് ഇത് മറൈൻ ഡ്രൈവിൽ നടപ്പാതയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഹൈക്കോടതിന്റെ അപ്പുറത്ത് ക്യൂൻസ് വേ എന്ന് പറയുന്ന ഒരു നടപ്പാതയുണ്ട്. ഇതുപോലെ തന്നെ കായലിനോട് ചേർന്ന് തന്നെ അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഒത്തുകൂടുന്ന ഒരു വലിയ സംഘമാണ് റിതം മ്യൂസിക് ക്ലബ്ബ്. ഇന്നലെ ഞങ്ങൾ മോർണിംഗ് പെപ്സോടെ അടിച്ചു പൊളിച്ചല്ലേ, ഇന്നലെ തകർത്തില്ല? നല്ല ഉഗ്രം പ്രോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ന്യൂസ് 18 വന്ന് ഞങ്ങളുടെ ഇതൊക്കെ എടുത്തതിൽ വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക്. എന്നെ വൻ വൈബിലേക്ക് എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു. നമ്മളെല്ലാവരും ഡാൻസ് ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. വളരെ സന്തോഷമായിട്ടാണ് പിരിഞ്ഞു പോയത്. അപ്പൊ എല്ലാവർക്കും ഇന്നും ഒരിക്കൽ കൂടി നന്ദി പറയാം ന്യൂസ് 18. ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു ചേട്ടൻ. അപ്പൊ ചേട്ടനെ കണ്ടത്. അപ്പൊ നടക്കട്ടെ, നമുക്ക് കാണാം. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാനുള്ള സംവിധാനം ചെയ്താൽ. ക്ലീൻ അല്ല അല്ലെ ഇവിടെ കാര്യങ്ങൾ? ക്ലീനോ ഇതോ നമ്മളെല്ലാം നമ്പർ 1 എന്ന് പറയുന്നു. പക്ഷേ വൃത്തിയുടെ കാര്യത്തിലും സിവിക് സെൻസിലും ഏറ്റവും മോശം എനിക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരേ ഒരു രാജ്യം ഞാൻ കണ്ടിട്ടുള്ളൂ, ഇന്തോനേഷ്യ. അവിടെ ഇതുപോലെ ജക്കാർത്ത. അവിടെ എങ്ങനെയാ നല്ല വൃത്തി ഉണ്ടെന്നല്ലേ? നമ്മുടെ ആൾക്കാരുടെ റൂട്ട് തന്നെയാണ്. എല്ലാം വലിച്ചെറിയ അങ്ങോട്ടും അങ്ങനെ. ഓക്കെ. പക്ഷെ എന്നിട്ട് വലിയ വീമ്പും പറയും. ഒത്തിരി സ്ഥലങ്ങൾ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച ആളാണല്ലേ? ശരി ശരി ശരി. ഓക്കെ ചേട്ടാ, അപ്പൊ എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു ഈ ചേട്ടൻ ബോട്ടിങ്ങിന്റെ ആളാന്ന് തോന്നുന്നു. ഓക്കെ, പൗത്രനോടെ കാണാം. ബോട്ടിന്റെ ആളാണ്. ആണല്ലേ? എങ്ങനെയുണ്ട് രാവിലെ? സഞ്ചാരികളെ കുറവാണല്ലോ. സഞ്ചാരികൾ തീരെ കുറവ്. വരുന്നതിലെല്ലാം വാട്ടർ മെട്രോ അന്വേഷിച്ചു വരുന്നത്. നിങ്ങളുടെ വാട്ടർ മെട്രോ നമ്മുടെ മോദി സർക്കാർ ഇറക്കിയിരിക്കുന്നതാണ് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ സംഭവം. അത് ഐലൻഡിലേക്കാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഐലൻഡ് ടു ഐലൻഡ്, അതായത് മറൈൻ ഡ്രൈവിൽ നേരെ വൈപ്പിലേക്കാണ്. പക്ഷെ ടൂറിസ്റ്റുകൾ വരെയും ഇപ്പൊ അതാണ് ആശ്രയിച്ചു വരുന്നത്. ടൂറിസ്റ്റുകൾ മൊത്തം ഇപ്പൊ അതിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ ടൂറിസ്റ്റുകൾ ബോട്ടുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഒരു 10-75 ബോട്ടോളം കിടപ്പുണ്ട് മറൈൻ ഡ്രൈവ്. അതിനൊന്നും ഓട്ടോ ഇല്ലെന്നായി. ടൂറിസ്റ്റുകൾക്കും ഇവിടെ ഏകദേശം എത്ര ബോട്ടുണ്ട്? ഒരു 75 ബോട്ടുകൾ മേലുണ്ട്. അതിന് മാത്രമുള്ള ബിസിനസ്സുകൾ കൊച്ചിയിൽ നടക്കുന്നുണ്ടോ മറൈൻ ഡ്രൈവില്? മറൈൻ ഡ്രൈവിൽ നടക്കുന്നുണ്ടോന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പൊ വരുന്നവരെല്ലാം പോവുകയാണ്. ഇങ്ങനെ ഈ പൈസ കുറഞ്ഞ സ്ഥലത്തേക്കാണ് മാറുന്നത്. വേറെ എവിടെയാണ്? വേറെ ഇവിടെ തന്നെ മറൈൻ ഡ്രൈവ് തന്നെ ഇപ്പൊ വാട്ടർ മെട്രോ എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ വേറെ പാക്കേജ് അല്ലേ, പാട്ടും സന്തോഷവും ഒക്കെ. പക്ഷെ എന്നാലും ഇപ്പൊ ആൾക്കാർ മുഴുവൻ അതിനകത്ത് ഈ ഉള്ളിൽ അടച്ചു കെട്ടി ഇപ്പൊ ഒരു 13 മിനിറ്റത്തെ ട്രാവലിംഗേ ഉള്ളൂ. പക്ഷെ അതിനെ ആശ്രയിച്ചാണ് ആൾക്കാർ വരുന്നവർ. എവിടെ വാട്ടർ മെട്രോ. മോദി സർക്കാർ ആൾക്കാർക്ക് നല്ലതാണ്. പക്ഷെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ബോട്ട് നടത്തുന്നവർ അങ്ങനെ ജീവിക്കും എന്നുള്ളത് അറിയുന്നില്ല. ഒരാളും ഇപ്പൊ വരുന്നവരെല്ലാം വാട്ടർ മെട്രോ അന്വേഷിച്ചു വരുന്നത്. നമ്മുടെ ബോട്ടുകളാണ് ഈ കിടക്കുന്നത്. ക്ലാസിക് ഇവിടെ തൊട്ട് അങ്ങോട്ട് ക്ലാസിക് ഇമ്പീരിയൽ പുതിയതായിട്ട് വന്നതാണ്. നമ്മൾ മോർണിംഗ് വൈബ്സ് ക്ലാസിക് ഇമ്പീരിയൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ തുടക്കം തന്നെ ആ ബോട്ടിലായിരുന്നു. അത് AC ആണ്. പക്ഷെ 2 ഫ്ലോർ AC ആയിട്ട് ഇറക്കിയിരിക്കുന്ന വെസലാണ്, ഷിപ്പാണത്. അതായത് കേരളത്തിൽ 2 ഷിപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ക്ലാസിക് ഇമ്പീരിയല്, ഒന്ന് നെഫർട്ടി ക്രൂസ്. ഇത് രണ്ടുമാണ് ഷിപ്പ് എന്ന് പറയുന്നത്. 100 അടിക്ക് മേലോട്ടാണ് ഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊന്നും ആരും അന്വേഷിച്ചു വരുന്നില്ല. നെഫർട്ടി ക്രൂസ് കുറച്ചുകൂടെ വർഷങ്ങൾ കൂടുകയുണ്ട്, കുറച്ച് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അല്ലേ? സർക്കാരായാലും പ്രൈവറ്റ് ആയാലും യാത്രയൊക്കെ സെയിം തന്നെയാണല്ലോ. എങ്ങനെ നിങ്ങളുടെ റേറ്റ് എങ്ങനെ ഒരാൾക്കുള്ള? നമ്മൾക്ക് റേറ്റ് 3 മണിക്കൂറിന് 1600 രൂപ. എവിടെയൊക്കെ കൊണ്ടുപോകും? 4 മണിക്കൂർ ഉൾക്കടലിലേക്കുള്ള യാത്രയാണ്. സാധാരണ ബോട്ടുകളാണെങ്കിലും? സാധാരണ ബോട്ട് നമുക്ക് ഇവിടെ 100 തൊട്ടുള്ളുണ്ട്. 100, 150, 200 അങ്ങനെയാണ്. സമയത്തിനനുസരിച്ചാണ് ട്രിപ്പുകൾ കൊടുക്കുന്നത്. പിന്നെ ക്ലാസിക് പാരഡൈസ്, ഇതും കടലിൽ പോകുന്നുണ്ട്. 14 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ക്ലാസിക് പാരഡൈസ്. അതിന് 600 രൂപ ടിക്കറ്റ്. പിന്നെ കുട്ടികളുടെ പാക്കേജ് ഉണ്ട്, കോളേജ് കുട്ടികളുടെ പാക്കേജ് ഉണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ ആൾക്കാർ മൊത്തം വരുന്നത് ഇപ്പം ടൂറിസ്റ്റുകളടക്കം വരുന്നത് മറ്റേ വാട്ടർ മെട്രോ. അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാനാണ് ആൾക്കാർ വരുന്നത്. ചോദിക്കും പറയുന്നത് അത് AC ആണല്ലോ. 13 മിനിറ്റ് AC വേണ്ടിയാണ് വരുന്നത്. അപ്പൊ ഞാനൊരു പാർട്ടിയോട് പറഞ്ഞു അത് AC അല്ലേ, ക്ലാസിക് ഇമ്പീരിയൽ ഇത് AC ആണ്. അത് ടിക്കറ്റ് 1600 ഉള്ളു, അല്ലെങ്കിൽ 4 മണിക്കൂർ 2000 രൂപ ഉള്ളൂ. അപ്പൊ തന്നെ തിരിഞ്ഞു പോകും. പൈസ എവിടെ കുറഞ്ഞു കിട്ടുന്നത്. ചൂടൊക്കെ ആയിരിക്കും ആളുകൾ കുറയാൻ കാരണം. ചൂടുണ്ട്, അത് ആൾക്കാർ കുറവുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ നോമ്പ് സമയമാണ്. അപ്പൊ അതിനുള്ള ആള് വ്യത്യാസം വരും. പെരുന്നാൾ കഴിയാതെ ആൾക്കാരുണ്ടാവൂല.
ഇപ്പോഴും ആൾക്കാർ വരുന്നത് മൊത്തം വാട്ടർ മെട്രോ എവിടെയെന്നുള്ള ചോദ്യത്തിലാണ് വരുന്നത്. ശരി ശരി. പിന്നെ ഇതല്ല എനിക്ക് കൂടുതലും പറയാനുള്ള ഒരു കാര്യമാണ് ഇത് ഈ കാണുന്നത് ബാത്റൂം. ഇത് ബാത്റൂമാണ്. ടൂറിസ്റ്റുകൾ വരുന്ന ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ. ജില്ലയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. ആണുങ്ങൾ എവിടെയെങ്കിലും പോയി സാധിച്ചിട്ട് പോകും. മൂത്രമൊഴിക്കാനും ഉള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കില്ല. അകപ്പാടെ ഒരു ബാത്റൂം അവിടെ ആ മൂലയ്ക്ക് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ. അത് നല്ല ഗംഭീരമായിട്ട് പണിതിട്ടുണ്ട്. അതായത് ഞാനൊരു കാര്യം പറയുന്നു, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? നടക്കാം. നമുക്ക് എന്തായാലും റജി നല്ല ചേട്ടൻ റജി ചേട്ടൻ പറഞ്ഞ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഓപ്പൺ ആണോ അത് പൂട്ടിയിട്ടേക്കാണോ? ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതെന്താ ചില്ലുകൂട് ഇവിടെ ഇതിന് മേളിലൊരു റെസ്റ്റോറന്റ് ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നവര് സർക്കാർ. പക്ഷെ ഈ സംഭവം ബാത്റൂം അതിന്റെ ബാക്കിലാണ്. മാസങ്ങളായി ഇതിന്റെ പണി കഴിഞ്ഞിട്ട്. അതായത് ഇവിടെ വരുന്ന ഞങ്ങൾ വോട്ട് ഫീൽഡിലുള്ളതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മള് ഓരോരോ ചെയർമാൻമാരും ഇവിടെ JCയുടെ ചെയർമാൻമാർ മാറി വരുമ്പോൾ അവരോട് പറയാറുണ്ട് ഇവിടെ ഒരു ബാത്റൂമാണ് വേണ്ടത്. ഈ പോയ ചെയർമാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ നമുക്ക് ഇവിടെ ഒരു ബാത്റൂം ഇല്ല, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു നടപടി. അപ്പൊ നോക്കാന്ന് പറയും. അങ്ങനെ ഇവിടെ ഒരു ബാത്റൂം വന്നു. ഇത് പണി തുടങ്ങിയിട്ട് വലിയധികം താമസിക്കാതെ പണി തീർന്നു. കോടികൾ മുടക്കി ചെല്ലുന്നു. ഇത് ഇവിടെ അപ്പുറത്ത് ഉറങ്ങലുണ്ട്. എന്നിട്ട് ഇതിന് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ സംഭവം. വെള്ളം ഇല്ലാത്തതുകൊണ്ടല്ല, അവരിതുവരെ തുറന്ന് ഓപ്പണാക്കി കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല. മാസങ്ങളായി 6 മാസം മേലെ ഇത് പണിതിട്ടിട്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ബാത്റൂം എവിടെയെന്ന് ചോദിച്ചോ. കാര്യം മെട്രോ സിറ്റിയാണ് കൊച്ചി, പക്ഷെ ഇവിടെ ഒരു ബാത്റൂം ഇല്ല. മറൈൻ ഡ്രൈവ് വരുന്നവർ തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു വന്നപ്പോ നിങ്ങൾ ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വോട്ട് ചോദിച്ചു വരും. അവരുടെ കാര്യം കഴിഞ്ഞാൽ അവരവരുടെ പാട് നോക്കി പോകും. അതേ ഉള്ളൂ. അല്ലാതെ വോട്ടിന് അവർക്ക് ജയിക്കണം എങ്ങനെയും. അല്ലാതെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഒരു ഭരണം കാഴ്ചവെക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ. ശരി ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണല്ലേ ചേട്ടാ, ഞാൻ വരാം ഒരു മിനിറ്റ്. അപ്പൊ എന്തായാലും നമ്മള് കോഴിക്കോടേക്ക് ഒന്ന് പോവാണ്. അവിടെ രഞ്ജിത്ത് രാമേന്ദ്രനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ. അപ്പൊ അവിടെ കോൺഗ്രസ് നേതാവ് MK രാഘവൻ രഞ്ജിത്ത് രാമേന്ദ്രനൊപ്പമുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു കോൺഗ്രസ് നേതൃത്വത്തോടെ? തീർച്ചയായും കോഴിക്കോട് വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ഞാനുള്ളത് ശ്രീ MK രാഘവൻ, സിറ്റിംഗ് MP. അദ്ദേഹം തന്നെയാണ് ഇത്തവണ നമുക്കറിയാം സ്ഥാനാർത്ഥി. അദ്ദേഹവും പ്രചരണത്തിന്റെ വലിയ തിരക്കുകളിലാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടില്, ഈ സിവിൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. നമ്മളോടൊപ്പം അദ്ദേഹം വലിയ തിരക്കുകൾക്കിടയിലും അല്പസമയം സംസാരിക്കാം എന്നുള്ള തരത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നമസ്കാരം സർ. ഇന്നലെ എത്ര മണി കഴിഞ്ഞു എല്ലാം വന്ന് വീടെത്തിയപ്പോ? 1 മണി കഴിഞ്ഞു. 1 മണിയായി. എല്ലാ ദിവസവും അങ്ങനെയാണോ ഷെഡ്യൂൾ? എല്ലാ ദിവസവും അങ്ങനെ. രാവിലെ ഇപ്പം 4:30 മണിക്ക് പുറത്തു പോയിട്ട് ഇപ്പം ഞാൻ വന്ന് കയറിയതുള്ളൂ. ഓ, അത് ശരി. ഉറക്കം വളരെ കുറവാണ്. അതെ, എന്തോ നമ്മൾ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു പ്രയാസം ഉണ്ടെന്നുള്ള രീതിയിലുണ്ടോ? പ്രയാസമില്ല, എന്തായാലും കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടും, ഒരു സംശയം വേണ്ട. അതൊന്നും ഒരു വിഷയമല്ല. അല്ലാതെ കാരണം നേരത്തെ മത്സരിച്ചൊരാരും മോശക്കാരനല്ലോ. റിയാസ് മോശക്കാരനാണോ? പ്രദീപുമാണ് മോശക്കാരനാണോ? വിജയരാഘവൻ മോശക്കാരനാണോ? അല്ലല്ലോ. അത് എല്ലാ കാലത്തും മത്സരം ശക്തമായി നടക്കും. UDF അനുകൂലമായി ജനങ്ങൾ വിധി എഴുതും. അതെന്തുകൊണ്ടായിരിക്കാം ഇത്തവണ UDF ജനം വോട്ട് ചെയ്യണമെങ്കിൽ? താങ്കൾ MP ആയി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് സ്വാഭാവികമായുണ്ട്. താങ്കളുടെ ജനകീയതയുണ്ട്. ഒപ്പം മറ്റെന്തോ ഘടകങ്ങളായിരിക്കും വർക്ക് ചെയ്യുക? ഒന്ന്, ഈ 2 ഗവൺമെന്റുകൾക്കും ജനമെതിരാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കാൻ കഴിയുന്നില്ല ആൾക്ക്. ഓരോ ദിവസം സാധനങ്ങൾക്ക് വില കൂടിക്കൂടി വരുന്നത്. അടുക്കളയിലെ സഹോദരിമാർക്കറിയാം എന്താ അവസ്ഥ കൃത്യമായിട്ട്. സാധനങ്ങൾ കിട്ടാനില്ല പലപ്പോഴും. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ആർക്കും തന്നെ ഗവൺമെൻറ് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴാണല്ലോ ആളുകൾ തീരുമാനമെടുക്കുക. അത് എല്ലാ തലങ്ങളിലും പെട്ടവർക്കും അനുഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു 2 ഗവൺമെൻറ്റുകൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ ചിന്തയും മനസ്സുമാണ് വീണ്ടും UDF ജയിപ്പിക്കാൻ കാരണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
ഈ നേരത്തെ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളെക്കാളും വലിയ മെച്ചമുള്ള ആളല്ല, ഏതാണ്ട് അതേ കാറ്റഗറിയിലുള്ള ആളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് താങ്കൾ പറഞ്ഞു. അവരാരും മോശക്കാരൻ മുഹമ്മദ് റിയാസ് മോശക്കാരനാണ്. അദ്ദേഹം അഖിലേന്ത്യാ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലേ. പ്രദീപ് കുമാർ ഏറ്റവും പോപ്പുലറായിട്ടുള്ള MLA ആയിരുന്നില്ല. അതുപോലെ വിജയരാഘവൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അന്ന് CC മെമ്പറാണ്, 3 തവണ MB ആയ ആളാണ്. ഇവരാരെ തന്നെ കുറഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ. എല്ലാവരെ പോലെയും അതുപോലെ സ്ഥാനാർത്ഥി എന്നല്ലാതെ അവരാരും മോശക്കാരെന്നാർക്കും പറയാൻ കഴിയില്ല. ഈ സാധാരണ ഈ പ്രചരണ പ്രവർത്തനങ്ങളെക്കാളും കുറച്ചുകൂടെ മാറ്റം CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇത് സാറിന്റെ വീണ്ടും തൊട്ട് മുമ്പ് തന്നെ കരീംക എന്നുള്ള പോസ്റ്റാണ് ഞാൻ കണ്ടത്. എന്തായിരിക്കും അങ്ങനെയൊക്കെ? ഒന്നും കാരണം അത് പിന്നെ ആളുകൾ പോസ്റ്റർ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വിളിക്കുന്ന പേരിൽ എന്നെ വിളിക്കാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ ഇന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ചടിച്ച് കൊടുത്താൽ അതൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്നലെ വരെ അറിയപ്പെടുന്ന പേരുകൾ അറിയപ്പെടുക എന്നല്ലാതെ എന്താണ് വിളിപ്പേര് അന്ന് അതുപോലെ, അതല്ലാതെ പെട്ടെന്ന് രാവിലെ മാറ്റം വന്ന് അച്ചടിച്ചു കൊടുക്കുക ഇന്നേ വിളിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കാപട്യത്തിന്റെ സ്വഭാവമാണല്ലോ. കോഴിക്കോട് ജനങ്ങൾ അങ്ങനെ വിളിക്കുമോ? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടോ കോഴിക്കോട്? ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കോഴിക്കോട് ജനങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും എന്ത് വേണമെന്ന്. ഈ സമീപകാലത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വലിയ ചർച്ചയാണ് ഈ ബോംബ് രാഷ്ട്രീയം, അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ CPM-കാരും DYFI-കാരും ഒക്കെ ഉണ്ട്. എന്താണ് ഇത്തരത്തിൽ വീണ്ടും ആ തലത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാഹചര്യം എന്താണ്? കേരളത്തിൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ ആളുകളുടെ മനസ്സിൽ ചിന്തയുള്ളൂ സ്വൈര ജീവിതമാണ്. പട്ടിണിയാണെങ്കിലും സ്വൈര്യമായി കിടന്നുറങ്ങാൻ സാധിക്കണം, സമാധാനമാണ് ആവശ്യം. ഇതിപ്പോൾ ആളുടെ മനസ്സിൽ പേടി വന്നിരിക്കുകയാണ്. ഈ SFI എന്ന് കേൾക്കുമ്പോൾ പാരൻസ് എല്ലാം ഭയപ്പെട്ട് കാണും. ഒരു ഒരു വല്ലാത്ത രൂപമായി ഇത് മാറുകയാണ് ആളുടെ മനസ്സിൽ. ആളുടെ കുട്ടികൾ സ്കൂളിൽ കോളേജിൽ അയക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊടുക്കുകയാണ്. അതൊരു വലിയ വലിയ വിഷയമാണ്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം നോക്കിയാൽ മതി നിങ്ങൾ. ഒരു പരസ്യ വിചാരണ നടത്തി ദിവസങ്ങളോളം തടങ്കലിടുക. തടങ്കലിനൊക്കെ എതിരാണല്ലോ SFI-യും CPM-ഉം. എന്നിട്ട് ബെൽറ്റ് പൊട്ടുവോളം അടിക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കാതിരിക്കുക, എന്നിട്ട് കൊല്ലുക, കെട്ടിത്തൂക്കുക. അപ്പോൾ ആളുകളുടെ മനസ്സിൽ അതുപോലെ തന്നെ DYFI-യെക്കുറിച്ചും CPM-നെക്കുറിച്ചും പേടിയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബോംബുണ്ടാക്കാൻ കൂട്ടുവെക്കുക എന്നുള്ളത് എന്താ സ്ഥിതി നിങ്ങൾ ആലോചിക്കണം. ആർക്കെതിരായി ബോംബ് ഉപയോഗിക്കുന്നു? പാകിസ്ഥാനെതിരായിട്ടാണോ? ചൈനക്കെതിരായിട്ടാണോ? ആർക്കെതിരെയാണ്? കേരളം ഭരിക്കുന്ന ഭരണകക്ഷി ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിന് ആവശ്യം എന്താ? ഒരു ഭരണകക്ഷി തന്നെ ബോംബുണ്ടാക്കുന്നു കേരളത്തിൽ, പിന്നെ പോലീസിന് ആവശ്യം എന്താ? കേരളത്തിലെ ഗവൺമെന്റ് CPM ഭരിക്കുന്ന പാർട്ടി നൽകി പോലീസിനും കൂടെ ഈ നിയമവ്യവസ്ഥയിൽ പോലീസാണ് പ്രധാനപ്പെട്ട ഘടകം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേസെടുക്കാനും മാതൃകാപരമായി ശിക്ഷിക്കാനും പോലീസാണ് ചെയ്യേണ്ടത്. ആ പോലീസിന്റെ സ്ഥാനത്ത് ഇവർ പോലീസും പട്ടാളവുമായി മാറുകയാണ്. പിന്നെ പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത്. ഭീകരവാദി പാർട്ടിക്ക് ഇപ്പോൾ ഇന്ന് ബന്ധമില്ലെങ്കിൽ ഇവർ ശവസംസ്കാര ചടങ്ങിൽ ഇവർ പോയില്ലേ? അവിടെ കേസൊക്കെ ആരാ നടത്തുന്നത്? ഇതെല്ലാം TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും പറയുന്നത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല, അത് തീവ്രവാദികളെന്ന് പറഞ്ഞു. ഒടുവിൽ ആരാ കേസ് നടത്തിയത്? CPM-അല്ലേ? ആരാ അവർക്ക് വേണ്ടി പിരിച്ചത്? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാര്യങ്ങളിൽ അബദ്ധത്തിൽ ചെന്നിട്ട് ചാടുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. അതുകൊണ്ട് ജനങ്ങൾ പൊതുവിൽ അത് രാഷ്ട്രീയത്തിൻ്റെ പുറത്തല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് എന്താ കിട്ടുന്ന വരുമാനം ജീവിക്കണം, സ്വൈര്യമായി കിടന്നുറങ്ങണം. ഏകചിന്ത ഇതാ, വേറൊരു കുഴപ്പമൊന്നുണ്ടായിരുന്നു. അവിടെ മനസ്സിലെല്ലാം തന്നെ ഒരു ഈ CPM-ന്റെ ഈ സമീപനം ഭയപ്പെടുത്തുകയാണ്. ഒരു കേരളം ഭരിക്കുന്നൊരു പാർട്ടി, ഗവൺമെന്റ് കയ്യിലുള്ളൊരു പാർട്ടി എന്താ തള്ളിപ്പറഞ്ഞ പിറ്റേ ദിവസം തള്ളിപ്പറയും, മൂന്നാമത്തെ ദിവസം ജാമ്യം എടുക്കാൻ പോകും, അവർക്ക് വേണ്ടി പിരിക്കും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണിത്. ഇത്തരം സംഭവങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി തകർക്കാൻ മാത്രമേ സഹായിക്കൂ, അല്ലാതെ വളർത്താൻ സഹായിക്കില്ല.
ജനങ്ങൾ മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്കെതിരാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ കോഴിക്കോട് ഒരു ത്രികോണ മത്സരമുണ്ടോ? കഴിഞ്ഞ ദിവസം JP നഡ്ഡയൊക്കെ ഒന്ന് വലിയ വാഹനജാഥയൊക്കെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മുഖ്യ എതിരാളി CPM തന്നെ. എല്ലാ കാലത്തും മത്സരം ഉണ്ടാകാറുണ്ട്. BJP കിട്ടുന്ന വോട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. BJPക്ക് പ്രത്യേകിച്ച് എന്നാ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ താങ്കൾ 15 വർഷത്തോളം MP ആയിരുന്നു. പാർലമെന്റിലെ നടന്ന സംഭവവികാസങ്ങളൊക്കെ അറിയാം കുറച്ച് നാളുകളായി. ഇത്തവണയും BJPക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്താണ് അതിന്റെ? തോന്നുന്നില്ല. കഴിഞ്ഞ സീറ്റുകൾ കിട്ടാൻ BJPക്ക് ഇത്തവണ സാധ്യത വളരെ കുറവാണ്. ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ആ ഒരു 10 ദിവസം ഈ മാധ്യമങ്ങളെല്ലാം എഴുതി BJPക്ക് വൻ ഭൂരിപക്ഷം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ 1.5-2 മാസമായി BJP പുറകോട്ട് സഞ്ചരിക്കുകയാണ്, മുന്നോട്ടല്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കർണാടകം കഴിഞ്ഞ കോൺഗ്രസിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ അവർ 12ന്റെ മേലെ സീറ്റുകളെ കാണും, 16 വരെ കർണാടകയിൽ. തെലങ്കാന, അതുപോലെ തന്നെ തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര, ഈ ഇന്ത്യ മുന്നണി മുന്നിട്ടെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഇതിൽ പറയുന്നത്. ഇപ്പം UPയിൽ പോലും ഇത്തവണ ഒരു സൈസബിൾ സീറ്റ് പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ ഒരു അവസ്ഥയിൽ നിന്ന് BJP പുറകോട്ട് പോകുന്നതിൻ്റെ വിശ്വാസം ഒരു സംശയം വേണ്ട. BJPക്ക് പഴയ ഒരു മെജോറിറ്റി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ദിവസം കഴിയുന്നതോറും BJP പുറകോട്ടാണ്. ഇപ്പോൾ SBI ബോണ്ട് കേസ് വന്നതിന് ശേഷം, സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം BJP വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. കാരണം ED കേസിൽപ്പെട്ട, CBI കേസിൽപ്പെട്ട, ഇൻകം ടാക്സ് കേസിൽപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തി ഫണ്ട് മൊബിലൈസ് ചെയ്യണം. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് കേസിലുള്ള ആളാണ്. അത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഈ 1000 കോടി ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ BJP എന്തും ചെയ്യുന്നു വന്നില്ലേ. അപ്പോൾ പൊതുവിലെ ജനങ്ങളുടെ മനസ്സുകൾ ഇതൊക്കെ തന്നെ ഒരു BJPയെ കുറിച്ച് നല്ല ചിത്രമേ അല്ല. അതുകൊണ്ട് ഇത്തവണ BJP എനിക്ക് തോന്നുന്നു ഇത്തവണ 2004 സംഭവിച്ചിട്ടുള്ള ഒരു വാജ്പേയിയുടെ പരാജയമാണ്. 2004 ഷൈനിങ് ആ ഒരു വർഷക്കാല മുദ്രാവാക്യം എല്ലാ മാധ്യമങ്ങളും പരസ്യം കൊടുത്തവരാണ്. അവസാനം റിസൾട്ട് വന്നപ്പോൾ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഇത് സംഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുന്നു CPMന്റെ. പക്ഷെ അത് ഈ ഫലപ്രദമായിട്ട് അതിന്റെ ഒരു എഫക്റ്റൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കേരളത്തിൽ സാധിക്കുന്നുണ്ടോ? EDയുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനുണ്ടല്ലോ അല്ലേ? അല്ല, അതൊക്കെ ജനങ്ങളിലെത്തിയല്ലോ സാധനം. ഇതൊക്കെ തന്നെ ജനങ്ങളിലെത്തിയ സാധനമാണ്, എത്തിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ എല്ലാവരുടെ മനസ്സും സാധനം എത്തിയല്ലോ. അതിൻ്റെ ഒടുവിലത്താണല്ലോ ഇപ്പോൾ ഈ അക്കൗണ്ട് മരവിപ്പിച്ചത്. ജനങ്ങളൊക്കെ അതാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത കൂടുതൽ. ഓരോ ദിവസം കഴിയുമ്പോൾ 2 ഭരണകക്ഷികളുടെയും ജനപിന്തുണ കുറഞ്ഞു വരികയാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ പഴയതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയായി തെരഞ്ഞെടുപ്പ്? 3 തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല, കുറച്ചുകൂടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതിനിടയ്ക്കുള്ള പരിപാടികളൊക്കെ പ്രചരണത്തിന്റെ? അല്ല, പ്രചരണം സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ്. അപ്പോൾ ഞാൻ 2 റൗണ്ട് കഴിഞ്ഞു, എല്ലാ പ്രദേശത്തും കഴിഞ്ഞു. 3ാം റൗണ്ട് ആരംഭിച്ചപ്പോൾ പിന്നെ പഴയതിനേക്കാളും ഒരു അടുക്കും ചട്ടിയുള്ള വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം 2 റൗണ്ട് വീട് കയറി കഴിഞ്ഞു, ഏറെക്കുറെ. 3ാം റൗണ്ട് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ക്വാഡ് കമ്മിറ്റി നന്നായി വർക്ക് ചെയ്യുന്നു, വീടുകളുമായി നന്നായി ആൾക്ക് ബന്ധപ്പെടുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനായി ഇത് മാറുകയാണ്. അതുകൊണ്ട് താഴെ UDF വർക്കേഴ്സ് വളരെ ശക്തമാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം തിരക്കേറിയ ഒരു വലിയ ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും വലിയ ഉപകാരം ഞങ്ങൾക്കൊപ്പം ഇവിടെ നിന്ന് ഒരു വലിയ വിജയം ആശംസിക്കുന്നു. താങ്ക് യു.
നമുക്കിനി MP ആയതിനു ശേഷം കാണാം. അപ്പോൾ അതാണ് സാഹചര്യം. കോഴിക്കോട്ട് വലിയ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ രാവിലെ പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം പര്യടനമടക്കമുള്ള കാര്യങ്ങളിൽ അവരൊക്കെ പുറപ്പെടാനായി പോവുകയാണ്. തിരക്കേറിയ ഒരു ദിവസത്തിലേക്കാണ് MP കടക്കുന്നതും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും MK രാഘവൻ MP ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം വീണ്ടും ഒരു പ്രചരണ ചൂടിലേക്ക്, തിരക്കിലേക്ക് കടക്കുകയാണ്. ബാക്ക് ടു എൽദോ. ശരി രഞ്ജിത്ത്, MK രാഘവൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങളാണ്, രാഷ്ട്രീയത്തിന്റെ UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് രഞ്ജിത്ത് രാമേന്ദ്രൻ പങ്കുവച്ചു കോഴിക്കോട്. ഞാൻ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ കാണിച്ച നമ്മുടെ രണ്ട് ചേട്ടന്മാർ ഇവിടെ ചൂണ്ടയിടുന്ന തിരക്കിലായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഒന്നും തടഞ്ഞില്ലേ? നിർത്തിപ്പോവാണോ? അതെന്താ? ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു മീൻ കാണിച്ചു തന്നിട്ട് വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് വാശിയായിരുന്നു. പക്ഷെ പുള്ളി ഇന്ന് മരുന്ന് ഇത് ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അത് കഴിഞ്ഞതുകൊണ്ട് നമ്മള് ഇന്ന് നിർത്തി. ഇത് ഇടാതെ നമ്മൾ ഭക്ഷണം കൊടുക്കാതെ കുളത്തില്ലല്ലോ. അപ്പൊ ഇന്ന് പുള്ളി എടുക്കാൻ മറന്നു, ആശ എടുക്കാൻ മറന്നു. മൈദയും മഞ്ഞപ്പൊടിയും പഞ്ചസാരയും അതിന്റെ കൂട്ടേ ആശാൻ അറിയുള്ളൂ. ആശാനെ എന്റെ ആ കൂട്ടത് പറഞ്ഞു തരാമോ? എനിക്ക് വീട്ടിൽ പോയിട്ട് ഇത്രയുള്ളൂ. മൈദയും മഞ്ഞളും പഞ്ചസാര ലൈനിയില് കുഴക്കുക. ആണെങ്കിൽ ഒരു ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുക. അതെന്തിനാ ഗോതമ്പ് പൊടി? അതൊരു വെറൈറ്റി, അതിന്റെ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. മീന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ ചൂണ്ടക്കടയാന്നല്ലേ പറഞ്ഞേ? അതെ. ഇതിപ്പോ 2 ചൂണ്ട ഇരിക്കുന്നത്. ഈ 2 ചൂണ്ട 2000 രൂപ. ഒന്നിന് 2000 രൂപ. ഇപ്പൊ അത് ഈ ഐറ്റത്തില് വളരെ കുറഞ്ഞ ഒരു സാധനം. ഓക്കെ. എത്ര രൂപ വരെയൊക്കെ പോകും ചൂണ്ടയുടെ വില? അതിപ്പോ ഇതില് സ്റ്റിക്ക് തന്നെ 5000, 10000 ഒക്കെ സ്റ്റിക്ക് മാത്രം. പിന്നെ അതിന് ഉപയോഗിക്കുന്ന ബ്രൈഡ്. ഇതെന്താ? ഇതാണോ സ്റ്റിക്ക്? ഇതിപ്പോ നമ്മൾ വലുതാക്കി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വരും. കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് കൊണ്ടുപോവാൻ, കൈ പിടിച്ച് കൊണ്ടുപോവാൻ സൗകര്യമാണ്. ആരും അറിയില്ല, ചെറിയ സാധനല്ലേ. മടക്കി ഇപ്പൊ വലുത് മടക്കി, അതിനും ചെറുതാണിത്. നമുക്കിപ്പോ എന്റെ പോക്കറ്റിൽ കൊണ്ടുപോകാം. ഇപ്പൊ വരുന്നില്ല. മുമ്പ് അവിടെ പുള്ളി വിറ്റായിരുന്നാണ്, വരുന്നില്ല. എന്തോ 500 രൂപ അല്ലേ? അപ്പൊ എന്നാലും ഇത് ഈ ചൂണ്ടയിൽ ഈ ചൂണ്ടയിൽ ഇപ്പൊ 2000 ചൂണ്ടല്ലേ, ഇതിൽ എത്ര കിലോ വരെയുള്ള മീനിനെ പിടിക്കാം? ഇത് കിലോ പിടിക്കുന്നതല്ല അതിന്റെ കണക്ക്. അല്ല, ഒടിയോ ഇല്ലോ എന്നുള്ള ഞാൻ ചോദിക്കുന്നത്. എന്റെ ഒരു മാക്സിമം ഒടിയണേന്റെ കണക്കാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഉപയോഗിക്കാനുള്ള ആ പരിചയം. നമ്മളിത് സാധനം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഒരു വെപ്രാളത്തിൽ ഒരു 1/2 കിലോ മീനാണെങ്കിലും പിടിച്ച് വലിച്ച് എടുക്കുമ്പോ ചിലപ്പോ അതിന്റെ തുമ്പ് ഒടിഞ്ഞു പോകും. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അത് ഇപ്പോ 10 കിലോന്റെ മീനാണെങ്കിൽ ഇതിൽ കയറ്റാം. പക്ഷെ നമ്മൾ വലിച്ചു കയറ്റുന്നത് ആ നൂലില് പിടിച്ചു വേണം വലിച്ചു കയറ്റാൻ. ഇതെന്താ മെറ്റീരിയൽ? എന്താ മെറ്റീരിയൽ? ഫൈബർ ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഈ രാവിലെ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളിൽ നിന്ന്. ഇതൊരു എക്സാമ്പിൾ മാത്രമേ. 2 പേര് ഇതുപോലെ 19 പേരുണ്ടെന്നല്ലേ പറഞ്ഞേ? 50 പേരുണ്ടോ? അപ്പറേ 19 പേര് സാധാരണ വരുന്ന ആൾക്കാരും ഉണ്ട്, ഡേ ടൈമിൽ വരുന്നവരുണ്ട്. ഇപ്പൊ മിക്കവാറും ആൾക്കാർ നമ്മുടെ കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാർ തന്നെ. ഓക്കെ. നമ്മുടെ അഡ്രസ് ഹാരിസ് നൈലോൺസ്, മാർക്കറ്റ് റോഡ്, എറണാകുളം. അപ്പൊ മാർക്കറ്റ് റോഡിൽ ചെന്നാൽ മതി. ചേട്ടൻ പേര് ജോയ് വർഗീസ്. ജോയ് ചേട്ടൻ നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചൂണ്ട നമുക്ക് എടുത്തു തരാം അല്ലേ? ഹാരിസ് എന്ന് പറയുന്നത് എന്റെ മകന്റെ പേരാണ്. ഓക്കെ. ശരി. മകനാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ സെമി റിട്ടയർഡ്. ആസ്വദിക്കുകയാണ്. ആസ്വാദനല്ല, എനിക്ക് സുഖമില്ല സത്യം പറഞ്ഞ. so many diseases you can't believe. I having only one kidney. I am a cancer patient. I am a heart patient, sugar patient, potassium high, sodium down. ഇതൊക്കെ നമുക്ക് നമ്മുടെ മണക്കട്ടിയോട് so many medicine every day ആണല്ലേ? അതൊക്കെ സിമ്പിൾ ആയിട്ട് മനക്കട്ടിയോട് പുള്ളി നേരിടില്ലേ? ഞാൻ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. രാവിലെ ഇതിപ്പോ മെഡിക്കൽ കോളേജിലേക്കാണ് ഞാൻ വന്നത്. ക്യാൻസർ കഴിഞ്ഞു, അത് കഴിഞ്ഞൊരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. ഇതൊന്നും നമ്മളിതിൽ മൈൻഡ് ചെയ്യില്ല. നമ്മുടെ സമയമാകുമ്പോ നമ്മൾ പോകും. മനസ്സിലായി? നമ്മൾ പേടിക്കണില്ല. പേടിച്ചിരുന്നാ വീട്ടിലിരിക്കണ്ടേ? അതതിന് വഴിക്ക് വരും, പോവും. നമ്മളെ ആവശ്യം നമ്മളെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അതിന്റെ കൂടുതൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കാര്യത്തിൽ. ഒരു വിഷയമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതിൽ കൂടുതൽ എന്ത് പ്രോത്സാഹനം, എന്തൊരു ഊർജ്ജം, എന്തൊരു വൈബ് വേണം മോർണിംഗിൽ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. വളരെ സന്തോഷം നിങ്ങൾ രണ്ടുപേരും കാണാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും അവസാനം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും മൂല്യമേറിയത്. നമ്മൾ ഒന്നിനും പേടിച്ചിരിക്കുന്നു. ഏതാ ഒന്നിനും പേടിച്ചിരിക്കുന്നു. അസുഖം വരും, അസുഖം പോവും. നമ്മൾ അസുഖം വന്ന വീട്ടിൽ നിന്ന് കാര്യമുണ്ടോ? ഒരു കാര്യം വറും പോവും കൊങ്ങണി പറഞ്ഞ പോലെ വറും പോവും. ഓക്കെ, എന്നാലും മോർണിംഗ് ബൈറ്റ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. നമ്മൾ ഓരോ പ്രോബ്ലം ആക്കണം വേണ്ട. അത്യാവശ്യം ഇമിറ്റേറ്റിംഗ് ഒക്കെ അറിയാലോ. ഓക്കെ, മോർണിംഗ് ബൈറ്റ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇവരൊക്കെ പറഞ്ഞ പോലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും. പക്ഷെ ഇതുപോലെ വൈബായി പോസിറ്റീവായി നിൽക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, അതാണ് ഏറ്റവും വലിയ ചിന്തയും ഊർജ്ജവും ഒക്കെ. അപ്പോൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞിട്ട് വേഗം മടങ്ങിയെത്താം മറൈൻ ഡ്രൈവിലേക്ക്. ഗോപുനന്ദിലെത്തി വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഞങ്ങൾ ഈ കൊച്ചി മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. മറൈൻ ഡ്രൈവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ആളുകളൊന്നും ഇല്ല ഇന്ന്. വളരെ ശുഷ്കമാണ്. പ്രത്യേകിച്ചും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. പക്ഷെ ഇന്ന് അത്രമാത്രം ആളുകളെ കാണാൻ കഴിഞ്ഞില്ല. എന്താണെങ്കിലും ഈ നമ്മൾ കണ്ടല്ലോ, ആ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. കൂടുതൽ സഞ്ചാരികളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ ഒരു പണി ചെയ്യാം. അല്ല, ഇതാര് ഒരു ക്യാമറ ഇങ്ങോട്ട് നോക്കി. ഇത് ബാബു ആന്റണിയോ? നമസ്കാരം ബാബു ചേട്ടാ നമസ്കാരം. എന്താ ഇത്? ഒരു പക്ഷേ ഒറിജിനൽ ബാബു ആന്റണി വല്ലതും തോന്നുന്നു. ഏതാ ബാബുവാന്റെ അമരക്കാരൻ. ഒന്ന് ബാബു ആന്റണി താഴോട്ടിറങ്ങി വരാമോ? ബാബു ആന്റണി പോലെ തന്നെയാണ് പറന്നവരോടല്ലേ? നമുക്ക് ഇഷ്ടമല്ല. എങ്ങനെയാ ഈ ഒരു ഫിഗറിലേക്ക് എത്തിയത്? നമ്മള് കുട്ടിക്കാലത്തെ പുള്ളിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ സിനിമകളൊക്കെ കാണും, പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഈ ഇടക്കാലത്ത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തൊരു വീഡിയോ ഇട്ട് പിന്നെ ഒരു GP വരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അവരെ ആ ഒരു വീഡിയോ ഭവൻ സാറിന്റെ കിട്ടി. സാറ് തന്നെ സാറിന്റെ ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ അതായിരുന്നു ഞാൻ GP വന്നിറങ്ങുന്നത്. പിന്നെ ഇൻസ്റ്റോയിൽ സാറിന്റെ മോൻ പോസ്റ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് ലുക്കിൽ ഞെട്ടിച്ചിട്ടാ. അതായത് നമ്മുടെ നാട്ടിലെ പുള്ളിയെ പറ്റി പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നാടെവിടെയെന്ന് പറഞ്ഞേ? കൊട്ടാരക്കര എഴുകോൺ. കൊട്ടാരക്കര മാറനാടാണ് നമ്മുടെ കൊട്ടാരക്കര പുത്തൂരാണ്. അതെ അതെ. നമ്മുടെ ബാബു ആന്റണി കുഞ്ഞുനാൾ മുതലുള്ള ആ ബാബു ആന്റണിയുടെ ഒരു ആഗ്രഹവും അതേപോലെ തന്നെ ബാബു ആന്റണി എന്താ പറയാ, എല്ലാവരും റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാവരും ബാബു ആന്റണിയുടെ ആ ഒരു ഫിഗറിൽ ഇമിറ്റേറ്റ് ചെയ്തപ്പോ പുള്ളിക്കാരനെ അങ്ങനെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബു ആന്റണി സാറിന്റെ ആ ഒരു രൂപം, ഭാവം. നമ്മള് പിന്നെ പലരും പറയാം നമ്മൾ ഈ ഇങ്ങനെയാണെന്നോ നമ്മൾ നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പം വന്ന് എറണാകുളത്ത് വെച്ചാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് കൊട്ടാരക്കരയിൽ നമ്മള് അതേ വേഷത്തിൽ ഇതേ ജാക്കറ്റൊക്കെ ഇട്ട് ഇതേ കമ്മലൊക്കെ ഇട്ട് ഇവിടെ നമ്മൾ അവിചാരിതമായി കണ്ടുപിട്ടിയതാണ്. അത് എത്രത്തോളം അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ? അത് ഭയങ്കര ഇഷ്ടം. മറ്റേതുകൊണ്ട് നമ്മുടെ ഇന്നലെ അഭിലാഷ് ഭായ്. ഇത് അഭിലാഷ് ചേട്ടനല്ലേ? അഭിലാഷ് ചേട്ടൻ ഒരു കലാകാരനാണല്ലോ. എന്താ ചെയ്യുന്നത്? ഞാൻ പെയിന്റിങ്ങിന്റെ പണിയാ. അല്ല, ഈ കലാവേദികൾ എന്താ ചെയ്യുക? രജനീകാന്തിന്റെ ഫിഗറാണോ മൊത്തം ചെയ്യുന്നത്? ബാബുചേട്ടനും ഫിഗറാണോ? ഞാൻ ജയന്റെ ഫിഗറാണ്. നമ്മുടെ സുജിത്തിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് എന്താ പറയാ, പാട്ട് കാര്യങ്ങള്. അപ്പൊ പിന്നെ നമ്മള് പിന്നെ നീ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇവിടെ ഒന്നും ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെയാ ബാബുചേട്ടൻ ചെയ്യുവോ? എങ്ങനെയാ രീതി? എങ്ങനെയാ നമുക്ക് എന്താ പറയുന്നേ, നമ്മുടെ ബാബുനണി സാറിന്റെ ഡയലോഗ് കേൾക്കാൻ പറ്റും. രണ്ടു സിനിമാ താരങ്ങളുടെ ശബ്ദം ചെയ്യുന്നുണ്ട്. ബായി വരേണ്ട ഒരു പാട്ട്. ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാ ബാബു ഇമിറ്റേറ്റ് ചെയ്യോ? അത് ഫിഗർ മാത്രമാണ്? ഫിഗർ മാത്രമല്ല, ഇമിറ്റേഷൻ ഇല്ല, ശബ്ദമുണ്ട്. എന്നാ ഓക്കെ, നമുക്കൊന്ന് നോക്കിയാൽ ബാബു ആന്റണി ഇതിപ്പോ കാണുവാണെങ്കിൽ അതെ ഇവൻ നമ്മളെ വിട്ടിട്ടില്ല എന്ന് തോന്നട്ടെ. അയ്യോ, അത് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പുള്ളി അത്രയ്ക്ക് ഇഷ്ടമല്ലേ, പുള്ളി കൂടെ ഉള്ളതല്ലേ. അത് മാത്രമല്ല, എടുത്ത് പറയാൻ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ബാബു സുജിത്തിനെ നമ്മള് ഒരു ശുചിത്വമായിട്ട് കാണരുത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പാവ പിടിച്ച ഒരു അമ്മണിയമ്മ എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കുന്ന, അതായത് 50 രൂപയിൽ നിന്ന് തുടങ്ങി ആ അമ്മയ്ക്ക് ഇപ്പോ ഈ മാസം നമ്മുടെ 28-ാം തീയതി ആ ഒരു ഡേറ്റിലോട് താക്കോൽ കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക സെലിബ്രിറ്റി എത്ര രൂപ സമാഹരിച്ചു? സംബന്ധിച്ചു കഴിഞ്ഞാലേ ആ അമ്മ വീടൊക്കെ നഷ്ടപ്പെട്ട ഒരു ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. അമ്മേനെന്താ അമ്മയുടെ പേര് 65 വയസ്സ്. അന്നേരം അമ്മ ഞാനത് രക്ഷപ്പെടുത്തുന്നത്. അന്ന് എന്റെ 50 രൂപ മാത്രമേ കയ്യിലുള്ളായിരുന്നു അമ്മയെ രക്ഷപ്പെടുത്തിയപ്പോ. അത് ആ 50 രൂപ ആണോ എന്റെ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ അമ്മയെ രക്ഷപ്പെടുത്തിയപ്പം നമുക്ക് അമ്മ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടൊരു ആ വാക്ക് പറയേണ്ടി വന്നു.
വീടൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വല്ല വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ പ്രതീക്ഷയിൽ അമ്മയിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അമ്മ വെച്ചാൽ നമ്മുടെ പൈസ ഉണ്ട്, നേരത്തെ നമ്മുടെ ഇല്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അതിലുപരി നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അല്ല, അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്കിന്റെ പേരിൽ അമ്മയ്ക്ക് 3 സെന്റ് വസ്തു ഒപ്പിച്ചു കൊടുത്ത്, അത് അവിടുത്തെ തഹസിൽദാരെയൊക്കെ നിർത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒപ്പിച്ചു കൊടുത്ത്. അതിൽ നിന്ന് ഓരോരുത്തവരെയും കണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ജെയിംസ് സാർ, അങ്ങനെ ഷാജി സാർ, ഒരുപാട് സുഹൃത്തുക്കൾ. അങ്ങനെ പണി ഏകദേശമാക്കി. പിന്നെ ടൈലിന്റെ വർക്കിലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ ഗ്രാൻഡ് മാർബിൾസ് ചെയ്യുന്ന രണ്ട് നല്ല ഒരാൾ ടൈലൊക്കെ തന്നെ. ഈ പുള്ളിയെ ടൈലിടുന്നത് ഞാൻ ടൈലിന്റെ വർക്കാണ്. ആ പുള്ളിയാണ് പെയിന്റ് ചെയ്തിരുന്നത്. അങ്ങനെ സുഹൃത്തുക്കളുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായത്തിൽ കൂടെയാണ് അടുത്ത മാസം അമ്മയുടെ വീടിന്റെ പാലയാച്ച നടക്കാൻ പോലല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് എല്ലാ ആശംസയും. അപ്പൊ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ അവിടെ ഓഡിയോ കൈകാര്യം ചെയ്ത് നിത്യ ബാബുവിന്റെ നാട്ടുകാരിയാണെന്ന് പറയുന്നത്. അവിടെ നിന്ന് പറയുന്നു പുത്തൂരാണ് അത്ര നാട്. പുത്തൂരോ? എന്ന് പറയുന്നു. അറിയില്ല, ഇനി ഞാൻ അവിടുത്തെ ചോദിക്കട്ടെ. അത് ഇനിയിപ്പോ ബാബുവിന്റെ കണ്ട ഒരു ഫീൽഡ് പറഞ്ഞാണോന്നും അറിയില്ല. ബാബുവിന്റെ ആരാധിക ആയതുകൊണ്ട് പറഞ്ഞാണോന്ന് അറിയില്ല. അത് നോക്കട്ടെ. പുത്തൂരാന്ന് പറയുന്നു. നമ്മുടെ മന്ത്രി ഗണേഷ് സാറ്, അതേപോലെ സാറിന്റെ വൈഫ്, അതേപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര ചെയർമാന്, ഒട്ടുമിക്ക നമ്മുടെ എന്താ പറയാ സാമൂഹിക പ്രവർത്തകരെല്ലാവരും, പിന്നെ അതേപോലെ തന്നെ ശിലാസന്തോഷ് ഇല്ലേ, ശിലാസന്തോഷ് സാർ. കൊട്ടാരക്കര ഒരുപാട് പ്രമുഖരുടെ ഒരു ഏരിയ ആണല്ലോ. ഒരുപാട് പേര് കലാകാരന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പല രംഗത്തുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ കരോട്ടയില് ഡോക്ടറേറ്റ് നേടിയ ഷാജഹാൻ സാർ. അത് പറഞ്ഞപ്പോഴേ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കുറച്ച് നമ്മുടെ ഷാജഹാൻ സാർ ഡോക്ടറേറ്റ് കിട്ടിയ പുള്ളിയുണ്ട് സാറിന്റെ കുറച്ച്. ശരി, നമുക്ക് എന്തായാലും ഈ കാര്യമായിട്ടുള്ള ഇതിലേക്ക് കേൾക്കാം. എന്തായാലും ഈ പിന്നെ ഇങ്ങനെ ഒരാളെ മുന്നിൽ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാതിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ജയൻ ചേട്ടൻ? അല്ല, ആദ്യം പിന്നെ ബാബുവിന്റെ തന്നെ ഒരു ഇൻവിറ്റേഷൻ. നമ്മള് എഴുന്നേറ്റ് ഇരിക്കണോ? കുഴപ്പമില്ല, വേണമെങ്കിൽ എഴുന്നേറ്റിരിക്കാം. ഞാൻ മൈക്കറപ്പ. നമുക്ക് പിന്നെ ഭവനി സാറിന്റെ ശബ്ദം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതാണ്. പിന്നെ അതിലൂടെ തന്നെ നമുക്ക് വേറെ 2 സിനിമ താരങ്ങളുടെ ശബ്ദം, ജനാർദ്ദന ചേട്ടന്റെ ശബ്ദം, ബാബുവാനിയുടെ ഫിഗറും ജനാർദ്ദന്റെ സൗണ്ടും കൊള്ളാം. ശരി. അല്ല, ഭവനി സാറിന്റെ നമ്മള് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്നതാണ്. അവരെ പുള്ളിയുടെ പഞ്ചാബി ഹൗസിൽ ഒരു സംഭവം ഉണ്ടല്ലേ, ബോട്ട് ചോദിക്കാൻ ബോട്ട് കിടക്കുവാണ്. അന്നേരം പഞ്ചാബി ഹൗസിൽ ബോട്ട് ചോദിക്കാൻ വേണ്ടി വരുന്ന കനീഫയ്ക്കയും അന്നേരം സംഭവം. പിന്നെ ഇപ്പൊ സമയം അതിരാവിലെ നമ്മൾ കണ്ടുകൂട്ടിയത്. അന്നേരം അതിന്റേതായ ഒരു ഇതുണ്ടാവും. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തെറ്റുണ്ടായി ഞങ്ങൾ ക്ഷമിക്കും. അതാണ് ഈ കാലാവസ്ഥ. രാവിലത്തെ 8 മണിക്ക് മുമ്പേ ഓപ്പണായി വരുന്നുള്ളൂ. ഇത് സംഭവം ഒന്ന് ചെയ്യുവാണ്. ജനാർദ്ദൻ ചേട്ടാ അവിടെ ഗുസ്തി മത്സരം നടക്കുന്നുണ്ട്. എടാ, അങ്ങനെയല്ല വളർത്തിയടിക്ക്. എന്ത് സർദാർജി ബോട്ട്? എടാ, ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. കാശോന്ന് ചാളാച്ച മതി. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല, കേരളമാണ്. വേഷക്കഴിഞ്ഞാൽ കടപ്പുറ വിളകും തട്ടിക്കളയോന്നല്ലേ? എന്റെ പൊന്ന് സർദാർജി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു തവണ പറഞ്ഞു ബോട്ടി വെച്ച് പാപം മറന്നുപോയതാ. എടാ, നീ പറയും. നിനക്കറിയില്ല ചെങ്കൽ പഞ്ചാബികളുടെ ശക്തി എന്താണെന്ന്. ചുടയുണ്ടെങ്കിൽ ഗോതയിലെ കിഴങ്ങ് എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിനോട് ശരി അടിച്ച് വളർത്ത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ബോട്ട് ഞാൻ വെറുതെ തരാം. അപ്പക്കാശ അതും വെറുതെ തരാം. എന്ത് ധൈര്യം ചോർന്നു പോയോ? ഇതിലേറ്റവും സന്തോഷം ബാബുവാനി ചേട്ടൻ ഈ 3 പേരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ള ഫീല് വന്നു എന്നുള്ളതാണ്. ജനാർദ്ദനും കൊച്ചു കനീഫയും ഹരിശ്രീ കൊള്ളാം, ഗംഭീരായി. ഇനി നമുക്ക് ഈ സമയത്തിന്റെ കുറവുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നത്. അപ്പോ നമ്മുടെ ചങ്ക് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ ഒരുമിച്ചാ പോകുന്നത്. അപ്പൊ സുഹൃത്ത് പറഞ്ഞ ഇതേപോലെ നമുക്ക് നാളെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ചേട്ടാ എന്ന് പറയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോ എനിക്ക് എന്റെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ എന്റെ ചങ്കിനെ പറ്റി എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അമ്മണിയമ്മയുടെ ഒരു ആഗ്രഹം, അമ്മണിയമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ അമ്മമാരെയൊക്കെ അല്ലേ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു അമ്മാമ്മയുടെ ആ ഒരു രൂപം പോലെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പോട്ടൊന്നും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ചെയ്തുതരാം, ഫ്രീ ആയിട്ട് ചെയ്തുതരാം, ആ വർക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് ചെയ്തുതരാം. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഞാൻ ആ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ്. ശരി ശരി. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമീ കരുണാസാഗരമേ അമ്മേ 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 അടിയനു ദർശനം തരണേ. സൂപ്പർ സൂപ്പർ. ചേട്ടന് ചെയ്യാനുള്ളൊരു സമയത്തിന് സാവകാശം കുറവുണ്ട്. അവന് പെട്ടെന്നൊരു 2 വരി ഒരു രജനീകാന്തിന്റെ സൗണ്ട് கெட்டவனு காண்ட பணம் நிறைய கொடுப்பா, ஆனால் கைவிட்டுடுவாங்க. நல்லவனு காண்டவன் பணம் சுத்துப்பா. இந்த மாணிக் பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி.
കൊള്ളാം. അപ്പൊ 3 കലാകാരന്മാരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോർണിംഗ് വൈബ്സിൽ കിട്ടിയത്. നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒപ്പം തന്നെ ഈ കലാഹൃദയമുള്ള ആൾക്കാരെ കണ്ടു. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ പങ്കെടുത്തതിനൊക്കെ. നമുക്കന്തരം എന്ത് പറഞ്ഞാൽ പോലും നമ്മുടെ എൻട്രി നമ്മുടെ ബാബുമണി സാറിലായിരിക്കും. നമുക്ക് അതാണ് ആയിക്കോട്ടെ. ബാബുമണി സാറിന്റെ ഒരു എന്തെല്ലാം ചെയ്യുന്നേ? ഒരു ചെറിയൊരു സംഭവം ചെയ്യാം. സമയക്കുറവുണ്ട്, പെട്ടെന്ന്. അതാണ് സോഫി മരിക്കേണ്ടി വന്നാലും ജാക്സിനോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ചോൾ. മിസ്റ്റർ ശിവൻ, ഞാൻ നിങ്ങളുടെ വെറും 4 കുതിര നിൽക്കുമെന്ന് വെറും ഒരു കുതിര കച്ചവടക്കാരനല്ല. അപ്പോൾ ഗുഡ് ബൈ. ഗുഡ് ബൈ. മോർണിംഗ് വൈബ്സ് പൂർത്തിയാവുന്നു. ബൈ 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 ബൈ. താങ്ക് യു.